ഹായ് ഓൾ ഏണസ് അക്കാഡമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലെ ഉദ്യോഗാർത്ഥികൾ, അതായത് ഡിപ്ലോമ, ബിടെക്, അതുപോലെ തന്നെ BSc കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ടെക്നോളജി ഈ ഒരു സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷൻ ഉടൻ വരുന്നുണ്ട്. മറ്റൊന്നുമല്ല, ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലേക്ക് വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്ന ഒരു പോസ്റ്റിനെ പറ്റിയാണ്. അതായത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസ്ട്രക്ടർ ഗ്രേഡ് 2, ഡെമോൺസ്ട്രേറ്റർ, ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 തുടങ്ങിയ പേരുകളിലൊക്കെയാണ് ഈ ഒരു പോസ്റ്റ് അറിയപ്പെടുന്നത്. ഈ ഒരു പോസ്റ്റിന്റെ വിശദ വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. PSCയുടെ മാറിയ പാറ്റേൺ അനുസരിച്ച് ഇതിന്റെ നിലവിൽ നിൽക്കുന്ന റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഉടൻ തന്നെ തീരുന്നതാണ്. അതിന് ആനുപാതികമായിട്ട് പുതിയ റാങ്ക് ലിസ്റ്റുകൾ പബ്ലിഷ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഒരു പോസ്റ്റിന്റെ നോട്ടിഫിക്കേഷനും കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ പബ്ലിഷ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ഈ ഒരു പോസ്റ്റ് ഇതിന് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നത് 2022-ലാണ്. അന്ന് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിന്ന് ഏക മാറ്റമുള്ള ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞാൽ പ്രായത്തിൽ മാത്രമാണ് വന്നിരിക്കുന്നത്. അന്ന് ഏജ് ഓവർ ആയവർക്കും ഇത്തവണ നമുക്കത് എഴുതാനുള്ള ഒരു അവസരം വരുന്നുണ്ട്. അതായത് 36 വയസ്സെന്നുള്ളത് 40 വയസ്സായിട്ട് മാറിയിട്ടുണ്ട് ഇവിടുത്തെ ഏജ്. ഇനിയും അവസാനമായിട്ട് വന്ന എക്സാമിനേഷന്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ DY നിലവിൽ വന്നത് 7/9/2024 ഇതിന് കറക്റ്റ് 3 വർഷം കഴിയുമ്പോൾ ഇതിന്റെ കാലാവധി തീരുകയും പുതിയ റാങ്ക് ലിസ്റ്റ് എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യണം. ഇനിയും അന്ന് ഈ ഒരു എക്സാമിനേഷന്റെ കട്ട് ഓഫ് മാർക്കായിട്ട് വന്നത് 53.67 മാർക്കായിരുന്നു. അന്ന് ടോട്ടൽ അഡ്വൈസ് ജനറേറ്റ് ചെയ്തത് 45 എണ്ണമായിരുന്നു. ടോട്ടൽ റാങ്ക് ലിസ്റ്റിൽ 53 പേരുണ്ട്. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. ഒരുപക്ഷെ ഈ റാങ്ക് ലിസ്റ്റ് നിന്ന് മുഴുവൻ ആൾക്കാരെയും നിയമിക്കാൻ സാധ്യതയുള്ള ഒരു റാങ്ക് ലിസ്റ്റ് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു എക്സാമിനേഷൻ ഒരു കാരണവശാലും കമ്പ്യൂട്ടർ സയൻസ് മേഖലയിലുള്ള ഡിപ്ലോമ, ബിടെക് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളൊന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ചും അധ്യാപന മേഖലയിൽ മറ്റൊരു ഓപ്ഷൻ ഉണ്ട്, നമുക്ക് നേരിട്ട് ഒരു ബിടെക്കുകാരനെ പ്ലേസ് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അപ്പോൾ അത്യാവശ്യം തുടക്കത്തിൽ തന്നെ 45,000-അടുത്ത് സാലറി കിട്ടുന്ന ഒരു പോസ്റ്റ് ആയതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് നല്ല എഫേർട്ട് ഇട്ട് തന്നെ തയ്യാറെടുക്കേണ്ടത് അനിവാര്യമാണ്. ഇനിയും മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇവിടുത്തെ ഈ റാങ്ക് ലിസ്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇവിടെ പലർക്കും നിയമനങ്ങൾ കിട്ടുമ്പോൾ വളരെ വൈകും. അത് അവരുടെ സീനിയോറിറ്റിയെ ബാധിക്കും. അപ്പൊ അത് വരാതിരിക്കാൻ നിങ്ങൾ എപ്പോഴും റാങ്ക് ലിസ്റ്റിന്റെ മുൻനിരയിലേക്ക് എത്താനുള്ള എഫേർട്ട് ഇടണം. അതിനായിട്ട് ഇപ്പോൾ തന്നെ നമ്മൾ പഠിച്ചു തുടങ്ങേണ്ടതിന്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം കേരള PSCയുടെ മാറിയ പാറ്റേൺ അനുസരിച്ച് നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു 3-4 മാസത്തിനുള്ളിൽ എക്സാമിനേഷൻ നടത്താൻ പറ്റുന്ന രീതിയിലേക്ക് കേരള PSC അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ തയ്യാറെടുപ്പുകൾക്ക് മതിയായ ടൈം കിട്ടണമെന്നില്ല. അപ്പോൾ ഈ ഒരു ടൈം നമുക്ക് മാനേജ് ചെയ്യണമെങ്കിൽ നമ്മുടെ പഠനം ഇപ്പോൾ തന്നെ തുടങ്ങേണ്ടതുണ്ട്. അതിനായിട്ട് ഏണസ് അക്കാഡമി നിങ്ങൾക്കായിട്ട് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ സയൻസിന്റെ ലോങ് ടൈം ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പഠനം നേരിട്ട് തന്നെ തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ സമയമെടുത്ത് കോർ സിലബസ് മുഴുവൻ പഠിച്ചു തീർത്ത് കംഫർട്ടബിൾ ആയിട്ട് റിവിഷൻ ചെയ്യാനുള്ള സമയം കിട്ടും. ഇത് നിങ്ങളുടെ സ്കോർ, അവസാന സമയ എക്സാമിനേഷന്റെ സ്കോറിനെ വളരെയധികം എൻഹാൻസ് ചെയ്യുകയും നല്ലൊരു പ്ലേസിലേക്ക് നിങ്ങളെ എത്തിക്കാനും സഹായിക്കുന്ന ഒരു വലിയ ഫാക്ടറാണ്. അപ്പം മറക്കാതെ എല്ലാവരും ഈ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ ഉണ്ടാവും. ഇതിന്റെ സിലബസ് എങ്ങനെ പഠിക്കണം, സമയം എങ്ങനെ മാനേജ് ചെയ്യണം തുടങ്ങിയ എല്ലാ വിഷയങ്ങളും അഡ്രസ് ചെയ്തുകൊണ്ട് ഏണസ് അക്കാഡമി ഒരു സൗജന്യ വെബിനാർ നിങ്ങൾക്കായിട്ട് ഉടൻ തന്നെ ഡ്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഡേറ്റ് പുറകെ അറിയിക്കുന്നതായിരിക്കും. അപ്പം അതിലും നിങ്ങൾ പങ്കെടുക്കുക. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഈ ഒരു എക്സാമിനേഷനെ ക്രാക്ക് ചെയ്യാം. മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.